പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന എൻ്റെ കർത്താവിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കുടുംബ പശ്ചാത്തലം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് സൂസൻ മാത്യു. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം പത്തനംതിട്ടയാണ്. എൻ്റെ ആത്മീയമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ബ്രദറൻ വിശ്വാസത്തിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ മാതാവ് പെന്തക്കോസ്ത് വിശ്വാസത്തിൽ നിന്ന് വന്നവളായിരുന്നു. അതുകൊണ്ട് പെന്തക്കോസ്തിൻ്റേതായിട്ടുള്ള അനുഭവം അന്നത്തെ കാലങ്ങളിലൊക്കെ ചെറുപ്പകാലങ്ങളിലൊക്കെയും ലഭിക്കുവാനിടയായി. എന്നാൽ എന്നെ വിവാഹം കഴിച്ച് അയച്ചത് വള്ളംകുളത്താണ്. എൻ്റെ ഭർത്താവ് യാക്കോബ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന ആളായിരുന്നു. വിവാഹത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഒന്നിച്ച് പെന്തക്കോസ്തിൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയായി. എൻ്റെ കോളേജ് വിദ്യാഭ്യാസ സമയത്തായിരുന്നു എൻ്റെ വിവാഹം നടത്തിയത്. അതിനുശേഷം കുടുംബമായി ഞങ്ങൾ ഗൾഫിലേക്ക് പോകുവാനിടയായി. സൗദി അറേബ്യയിലായിരുന്നു എൻ്റെ ഭർത്താവിന് ജോലി. ഞങ്ങൾ കുടുംബമായി അവിടെ ആയിരിക്കുമ്പോൾ അനേക പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. ആ സമയങ്ങളിൽ ദൈവത്തോട് കൂടുതൽ എടുക്കുവാനും ദൈവവചനം പഠിക്കുവാനും ദൈവദാസന്മാർ ഭവനത്തിൽ വരികയും ഞങ്ങളെ ആത്മീയമായി ബലപ്പെടുത്തുകയും ആത്മീയമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുവാനിടയാകുകയും ദൈവവചനത്തിൽ കൂടുതൽ പഠിക്കുവാനും ധ്യാനിക്കാനും ഒക്കെ ദൈവം അവസരം ഒരുക്കി തന്നു. ആ സമയത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അവിടെ വെച്ചൊക്കെ ആയിരുന്നു ചെറുപ്പകാലങ്ങൾ അവർ പഠിച്ചത്. അതിനുശേഷം 99 ഞങ്ങൾ അമേരിക്കയിൽ USA കടന്നു വരുവാനിടയായി. എൻ്റെ സഹോദരങ്ങളൊക്കെ ഇവിടെയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് കടന്നു വരുവാനിടയായത്. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം എല്ലാ നന്മകളും അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് തന്നു. ആത്മീയമായും ഭൗതികമായും ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ദൈവം അത്ഭുതമായി ഓരോ ദിവസവും ഞങ്ങളെ പരിപാലിച്ചു. എനിക്കും ഒരു ചെറിയ ജോലി ചെയ്യുവാനുള്ള അവസരമൊക്കെ ഉണ്ടായി. 2004 ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അത് ജീവിതത്തിൽ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ജീവിതത്തിൽ വളരെയധികം സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. മോൻ്റെ പഠിത്തം കഴിഞ്ഞപ്പോൾ മോൻ കൂടി ആ ബിസിനസ്സിലേക്ക് കടന്നു ചെന്നു. നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ജീവിതത്തിൽ ഒരു വലിയ തകർച്ച 2010 എൻഡിലായപ്പോൾ ഒരു വലിയ തകർച്ച ഉണ്ടാകുവാനിടയായി. ഞങ്ങൾ ഇവിടെ നിൽക്കുവാനോ ഈ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. ഞങ്ങൾ ആ സമയത്ത് വെക്കേഷന് നാട്ടിലായിരുന്ന സമയത്താണ് ഇതിവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് നാട്ടിലായിരുന്നു. തിരിച്ചിങ്ങോട്ട് വരുമെന്ന് പോലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്ങനെ വരും, എങ്ങനെ ഫേസ് ചെയ്യും? അങ്ങനെയുള്ള അവസ്ഥയിൽ കർത്താവിൻ്റെ ഒരു ദാസി, ബോംബെയിലുള്ള ഒരു കർത്താവിൻ്റെ ദാസി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ ചെല്ലണം, നിങ്ങൾ അവിടെ തന്നെ ചെന്ന് നിന്ന് ദൈവത്തിൻ്റെ നാമം അവിടെ ഉയരുവാനിടയാകും, ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ കാണും, ആ ഭവനത്തിൽ തന്നെ നിങ്ങൾ കടന്നു ചെല്ലണം. അങ്ങനെയുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ആ ദൈവദാസി ഞങ്ങളെ അവിടെ വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെ ഇങ്ങോട്ട് യാത്രയാക്കി. ഇവിടെ വന്ന സമയം മുതൽ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചുണ്ട്. ആ ചർച്ചാണ് ചർച്ച് മാത്രമല്ല, കർത്താവിൻ്റെ ദാസനും ദാസിയും ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഞങ്ങൾക്ക് ഏറ്റവും ധൈര്യവും ബലവും തന്ന് അവരുടെ പ്രാർത്ഥന, ഞങ്ങളുടെ ചർച്ചിൻ്റെ പ്രാർത്ഥന, ഞങ്ങളുടെ സഹോദരങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പ്രാർത്ഥന, ഇതെല്ലാം നിമിത്തം ഞങ്ങളെ ദൈവം വളരെയധികം ആ ദിവസങ്ങളിൽ ബലപ്പെടുത്തി. 2011 മുഴുവനും ഞങ്ങൾ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി. എൻ്റെ ഹസ്ബൻഡ് പുറത്തു പോകാൻ പോലും മടിയായി ഭവനത്തിലിരുന്നു. ഞാൻ മാത്രം ജോലിക്ക് പോയി. എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും അത് വലിയ പ്രയാസത്തിലൂടെ അവരെ കൊണ്ടുപോകാനിടയായി. 28ഉം 22ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളായിരുന്നു ഞങ്ങൾക്കുള്ളത്. മോൻ്റെ വിവാഹമൊക്കെ ഞങ്ങൾ ആലോചിച്ചിരുന്ന സമയത്താണ് ഈ തകർച്ച ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായത്. എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള അവസ്ഥയിൽ എന്ത് ചെയ്യും? എല്ലാവരും കൈവിടിഞ്ഞ് ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങൾക്ക് ഈ പ്രശ്നം വന്നപ്പോൾ ഞങ്ങളെ അതിനുവേണ്ടി എല്ലാ കരുതലും ഞങ്ങൾക്ക് തന്നു. അവർ ഞങ്ങളെ ഫൈനാൻഷ്യലായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ ചർച്ച് പ്രാർത്ഥനയും ഞങ്ങളെ ബലപ്പെടുത്തി. എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. എങ്കിലും സാമ്പത്തികമായി ഞങ്ങൾക്ക് വെളിയിലിറങ്ങുവാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. 2011 മുഴുവൻ സമയവും ഞങ്ങൾ ഭവനത്തിലിരുന്നുണ്ട്. പവർ വിഷൻ ചാനലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബലം തന്നത്. അനേക ദൈവദാസന്മാരുടെ പ്രാർത്ഥന, അനേകരുടെ പ്രസംഗങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾക്കിടയായി. പ്രത്യേകാൽ തങ്കു ബ്രദറിൻ്റെയും തോമസ് ഊട്ടി ബ്രദറിൻ്റെയും മെസ്സേജുകൾ എന്നും ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഒന്നിച്ചിരുന്നത് കേൾക്കും. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ
അല്ല ഈ വേദന. ആ പാട്ടുകളൊക്കെ ഞങ്ങൾ പാടി ഞങ്ങൾ ആശ്വസിക്കുമായിരുന്നു. എന്തിന് ഇത് അവസ്ഥ വന്നു എന്ന് ഞങ്ങൾ ചോദിക്കുമായിരുന്നു. എന്നാൽ 2011 കംപ്ലീറ്റ് ഞങ്ങൾ ഭവനത്തിലിരുന്നു പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ വലിയ വിടുതൽ, അനേകരുടെ പ്രാർത്ഥനയുടെയും അനേക പ്രസംഗങ്ങൾ കേൾക്കുകയും ദൈവദാസന്മാരുടെ വചനം ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായി 2012 ജനുവരി മാസം ഞങ്ങളുടെ ഭവനത്തിൽ ഒരു ചെറിയ പ്രെയർ ഗ്രൂപ്പ് ഞങ്ങൾ തുടങ്ങി. അത് ബോംബെയിൽ നിന്ന് കർത്താവിൻ്റെ ദാസി വിളിച്ചു പറഞ്ഞാണ്, നിങ്ങൾ അവിടെ ഒരു പ്രാർത്ഥന തുടങ്ങണം, ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോകുന്നു, നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ വർഷങ്ങളായി ഇനിയുള്ളത് മാറ്റാൻ പോകുന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു നാമം പോലും ദൈവദാസിൽ കൂടെ കേൾക്കുവാനിടയായി. ദൈവത്തിൽ നിന്ന് പിടിച്ചു വാങ്ങി എന്നുള്ള മീനിങ് വരുന്ന പെനിയേൽ എന്നുള്ള രീതിയിൽ വളരെയധികം ബലപ്പെടുത്തുന്ന ആ വചനത്തിൽ കൂടെ ഞങ്ങൾ 2012 ഭവനത്തിൽ ജനുവരി മാസം ഒരു പ്രാർത്ഥന തുടങ്ങി. ആ പ്രാർത്ഥന തുടങ്ങിയോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ വിടുതലുകൾ ഞങ്ങൾക്ക് കാണുവാനിടയായി. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ പുതിയതായിട്ട് ആ ബിസിനസ് തന്നെ ചെറിയ രീതിയിൽ തുടങ്ങുവാനിടയായി. ഭവനത്തിൽ ചില കർത്താവിൻ്റെ ദാസന്മാരും ദാസിമാരും കടന്നു വന്ന് പ്രാർത്ഥിച്ചു. എല്ലാ ഫ്രൈഡേയിലും ആ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ തന്നെ ആ വർഷം ജൂൺ മാസമായപ്പോഴത്തേക്ക് മകൻ്റെ വിവാഹ കാര്യങ്ങളൊക്കെയും ശരിയായി. ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല, ഞങ്ങൾ ചിന്തിച്ചതല്ല ആ വർഷം മകൻ്റെ വിവാഹം നടക്കുവാനിടയാകുമെന്ന്. അങ്ങനെ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് അവന് തക്കയൊരു തുണയെ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ ദൈവം ആ വിവാഹം നടക്കുവാനൊക്കെയും ഇടയാക്കി തന്നു. ഞങ്ങളുടെ കഷ്ടതയുടെ ആ സമയത്ത് ഞങ്ങൾ അനേക ദൈവദാസന്മാരുടെ ദൈവവചനം കേൾക്കുവാനും പ്രസംഗങ്ങൾ കേൾക്കുവാനും ഇടയായി. അവരൊക്കെയും പറഞ്ഞപ്പോൾ നിങ്ങളുടെ കടഭാരങ്ങളും മാറും, നിങ്ങളുടെ പ്രയാസങ്ങളും മാറും, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും മാറും, ദൈവത്തിൽ വിശ്വസിക്കുക. സ്പിരിച്വലി ഞങ്ങൾ വളരെ നല്ല ഇതായിട്ട് നിന്ന അവസരത്തിലാണ് ഇത് സംഭവിച്ചത്. ആ സമയത്ത് തന്നെ അവരുടെ മുന്നിൽ അനേക മനുഷ്യർ കടഭാരങ്ങളുമായിട്ട് കടന്നു വന്നവർക്ക് ദൈവം വിടുതൽ കൊടുത്തുള്ള ടെസ്റ്റിമണികൾ കേൾക്കുവാനിടയായി. അതൊക്കെ കേട്ടപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലാണ് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയായത്. 2012 ജൂൺ മാസമായപ്പോഴത്തേക്ക് ആത്മീയമായി ഞങ്ങളെ വളരെയധികം ദൈവം ബലപ്പെടുത്തി. എന്തോ എല്ലാ പ്രയാസങ്ങളും മാറി എന്നുള്ള ഭാരങ്ങളും മാറി അങ്ങനെയുള്ളൊരു കോൺഫിഡൻസ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തരുവാനിടയായി. ജൂൺ മാസം 2012 ജൂണിൽ ഞങ്ങൾ പല വിഷയങ്ങൾ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു. ദൈവം ആ വിഷയങ്ങൾക്കൊക്കെയും മറുപടി തന്നു. പിന്നെ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതിരുന്ന പലർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവർക്കൊക്കെയും ദൈവം കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റാണ്. എന്നാൽ അതിൻ്റെ A1C ഒക്കെയും ഇച്ചിരി കൂടി നിന്നു, ഞാൻ കെയർ ചെയ്യാതെ നടന്നു. എന്നാൽ അതിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നു നോക്കിയപ്പോൾ എൻ്റെ A1Cയുടെ ലെവല് 6.1 ആയിട്ട് മാറി. ദൈവം ഞങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അനേക വിടുതൽ ജീവിതത്തിൽ അനുഭവിപ്പാനിടയായി. അങ്ങനെ ശത്രു ഞങ്ങളെ പലവിധമായ ഭാരത്തിൽ കൂടെ കൊണ്ടു നടത്തിയ അവസരങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. 3 വർഷത്തിനുള്ളിൽ വളരെയധികം പ്രയാസങ്ങൾ ഭാരങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു. എന്നാൽ പ്രാർത്ഥന ഒന്നിൻ്റെ ഫലം മാത്രമാണ്, ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമാണ്, ദൈവസഭയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്, അനേക ദൈവദാസന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങളെ ദൈവം ഇത്രത്തോളം ഉയർത്തിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മൂത്തമകൻ്റെ വിവാഹം കഴിഞ്ഞ് അവർ സുഖമായിട്ട് ഇന്ന് ഇന്ത്യയിൽ താമസിക്കുന്നു. അതിനുശേഷം ഇത്രയും വലിയ ദൈവത്തിൻ്റെ നന്മകൾ ഞങ്ങൾ അനുഭവിച്ചു എന്നറിഞ്ഞ് ഞങ്ങളുടെ സഹോദരങ്ങളെ ലോകം കാണത്തക്കവണ്ണം ദൈവം ഞങ്ങളെ മാനിച്ച അവസ്ഥയിൽ ആ സമയത്ത് ശത്രു പിന്നെയും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കൊണ്ടുവന്നു. എൻ്റെ ഭർത്താവിന് ത്രോട്ടിനൊരു പ്രയാസവും ഭാരവുമായിട്ട് 6 മാസം ആ ത്രോട്ടിൻ്റെ പ്രയാസമായിട്ട് കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ പല പ്രാവശ്യം പോയി ചെക്കപ്പ് ചെയ്യുകയെല്ലാം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു സർജറിയുടെ ആവശ്യമുണ്ട്. ആ സർജറി ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ ഒരു ദൈവദാസൻ കടന്നു വന്ന് ഞങ്ങളോട് പറഞ്ഞു, ഒരു സർജറിയുടെ ആവശ്യമില്ല, പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ദൈവം വിടുതൽ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വിഷയത്തിന് വേണ്ടി ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതം കാണുവാനിടയായി, ഞങ്ങളത് മനസ്സിലാക്കുവാനിടയായി. ത്രോട്ടിൻ്റെ ആ പ്രയാസങ്ങളൊക്കെയും ദൈവം മാറ്റിക്കൊടുത്തു. നാട്ടിൽ നിന്നുള്ള കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസന്മാർ അനി ജോർജിൻ്റെ പ്രസംഗം ഞങ്ങൾ മിക്ക സമയത്തും ഞങ്ങൾ കേൾക്കുമായിരുന്നു.
ഇത് ഞങ്ങളുടെ പരാജയം വന്നതിന് ശേഷമുള്ള 3-ാം വർഷമാണ്. 3-ാം വർഷം എൻഡിലായപ്പോഴത്തേക്ക് ദൈവം അത്ഭുതമായി ഞങ്ങളെ ഇത്രത്തോളം പരിപാലിച്ചു. ദൈവം നടത്തിയ വഴികൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ടെസ്റ്റ് മണി പറയുവാൻ വേണ്ടി ഒരുക്കി തന്ന കർത്താവിൻ്റെ ഒരു ശ്രേഷ്ഠദാസൻ കഴിഞ്ഞ 1 മാസമായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന് എല്ലാവിധമായ നന്ദിയെ രേഖപ്പെടുത്തുന്നു. ഇങ്ങനെയൊരു പ്രയാസം ഉണ്ടായ സമയത്ത് ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ച സമയത്തെടുത്ത തീരുമാനമാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സാക്ഷിയായി തീരുക എന്നുള്ളത്. ഞങ്ങളുടെ സാക്ഷ്യം മൂലം അനേകർക്കത് വിടുതലും ആശ്വാസമായി തീരുവാൻ സഹായിക്കണം. പല മീഡിയകളിൽ കൂടെ ഞങ്ങൾ ടെസ്റ്റ് മണികൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ടെസ്റ്റ് മണിയും അനേകർക്കൊരു വിടുതലായി തീരട്ടെ. ഞങ്ങളുടെ പ്രയാസവേളയിൽ ഞങ്ങൾക്ക് എപ്പോഴും ആശ്വാസം തരുന്നത് പാട്ടുകൾ കൂടിയായിരുന്നു. എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ചില ഗാനത്തിൻ്റെ ഈരടികൾ ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നു. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റേതാണീ. ഞങ്ങളുടെ ആ പ്രയാസ സമയങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നു പോയപ്പോൾ ഞങ്ങൾക്ക് ധൈര്യം തന്ന പാട്ടാണ് എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ അനേക പാട്ടുകൾ തന്ന് ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി. ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ, എൻ്റെ മനസ്സിൽ വരുന്ന പാട്ടിൻ്റെ അവസ്ഥ ഇതാണ്: എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. വാതിലുകളടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോൽ, വാതിലുകളടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോൽ, എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ,
എന്നുമെന്നും കൂടെയുള്ളവൻ എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. എൻ്റെ ജീവിതത്തിൽ വളരെയധികം ബലപ്പെടുത്തിയ അടുത്ത ഒരു പാട്ടാണ്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിലൻ കർത്തൻ വരും. നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിലൻ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർന്നിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർന്നിടും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങൾ, പ്രയാസങ്ങളെല്ലാം വന്നു. അത് എന്തിനെന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. അതിന് ഞങ്ങളെ പ്രേരിപ്പിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു പാട്ടാണ്. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനനീർപ്പുപോൽ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥ. നിൻ സാന്നിധ്യം മതി. ഇത്രയും നേരം എൻ്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ തകർച്ചയിൽ ഞങ്ങളെ നിർത്തിയ ദൈവം, ഈ തകർച്ചയിൽ ഞങ്ങൾക്ക് ആശ്വാസം തന്ന ദൈവം, ഈ തകർച്ചയിൽ ഞങ്ങളെ വിടുവിച്ച ദൈവത്തിന്, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ വരട്ടെ, എന്ത് ഭാരങ്ങൾ വരട്ടെ, ഏത് രോഗമാകട്ടെ, ഏത് ദുഃഖമാകട്ടെ, ഏത് കഷ്ടതയാകട്ടെ, എന്തിൻ്റെ മേലും വിടുതൽ തരുന്നതായ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അത് അനുഭവിച്ച് അറിഞ്ഞവരാണ്. നിങ്ങളിന്ന് ഏത് വിഷയം അനുഭവിക്കുന്നോ ആ വിഷയത്തിന് വേണ്ടി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ തിരുമുൻപിൽ തലവണക്കിയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന വിഷയങ്ങൾ എന്തു തന്നെയാകട്ടെ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹല്ലേലൂയ, ഗ്ലോറി ജീസസ്, അവർക്ക് വിടുതലും ആശ്വാസവും പകർന്നു കൊടുക്കുവാൻ കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.